രാഷ്ട്രീയ കേരളത്തിന്റെ പിരിമുറുക്കമേറ്റ ഉപതെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് തുടങ്ങും. പാലക്കാടും ചേലക്കരയും ആദ്യ റൗണ്ട് തന്നെ നിർണായകമാണ്. നാളെ രാവിലെ 5 മണി മുതൽ ന്യൂസ് മലയാളത്തിൽ സമഗ്രമായ കവറേജ് ഉണ്ടാകും. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ശാന്തകുമാർ, ഒപ്പം തന്നെ വയനാട്ടിൽ നിന്ന് ലിജോ വർഗീസ്, ചേലക്കരയിൽ നിന്ന് ലെവിൻ കെ വിജയൻ എന്നിവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം പാലക്കാട് നിന്ന് ശാന്തകുമാറിലേക്കാണ് പോകുന്നത്. ശാന്തകുമാർ, അവസാന മണിക്കൂറുകൾ എത്തിയിരിക്കുന്നു. 3 മത്സരാർത്ഥികളും 3 സ്ഥാനാർത്ഥികളും എന്താണെങ്കിലും വിജയപ്രതീക്ഷ തന്നെയാണ് ഈ നിമിഷവും പങ്കിടുന്നത്. എത്തരത്തിലാണ് പാലക്കാട്ടെ അവസാന നിമിഷത്തിലെ കാഴ്ചകൾ? കേരളത്തിൽ ഇതുവരെ കാണാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ ത്രികോണ മത്സരം, അതാണ് പാലക്കാടിന്റെ പ്രത്യേകത. അതുതന്നെയാണ് ഫലത്തിലും വരാൻ പോകുന്നത്. ആ ഫലം ആർക്കാണ് എന്നുള്ളത് പ്രവചനാതീതമാണ് എന്ന് തന്നെയാണ് പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിലായി. പക്ഷേ എങ്കിലും 3 മുന്നണികളും അവകാശവാദവുമായും മുഴുവൻ സമയവും രംഗത്ത് തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് പാലക്കാട്. ഷാഫി പറമ്പിൽ പകരമാണ്. ഷാഫി പറമ്പിൽ MP ആയതിനു ശേഷം പകരം വന്ന ഒഴിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇത് ഉറപ്പായ സീറ്റാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. പക്ഷേ BJPയും അതുപോലെ തന്നെ LDFും സജീവമായി വലിയ മുന്നേറ്റം തന്നെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടന്നു. അതുകൊണ്ട് തന്നെ ഫലപ്രഖ്യാപനം വോട്ടെണ്ണി തീരുമ്പോൾ അവസാന ബൂത്തിലെ വോട്ട് വരെ എണ്ണുന്നത് വരെയും ഇതിന്റെ സസ്പെൻസ് തുടരുക തന്നെ ചെയ്യും. UDFന് ഏറെ സ്വാധീനമുള്ള പിരായിരി പഞ്ചായത്തിലും അതുപോലെ തന്നെ മാത്തൂരിലെ പകുതിയോളം ഭാഗങ്ങളും അത്തരം UDFന് അനുകൂലമാവുന്ന വിധത്തിലായിരിക്കില്ല എന്നുള്ള വിലയിരുത്തലിലാണ് LDFും BJPയും. ഒപ്പം തന്നെ നഗരസഭയിൽ LDF വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് പഴയതുപോലെ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് LDF അത് കണക്കാക്കുന്നു. അവയെല്ലാം നേരെ തിരിച്ചും അതുപോലെ തന്നെയാണ് BJPയും കണക്ക് കൂട്ടുന്നത്. BJPക്ക് എല്ലാ നഗരസഭയിലെ മുഴുവൻ ബൂത്തുകളിലും അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. ഒപ്പം തന്നെ UDFന് ഏറെ സ്വാധീനമുള്ള പിരായിരിയിലും മാത്തൂരിലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നത്. LDFന് ഏറെ മുന്നേറ്റമുള്ള കണ്ണാടി പഞ്ചായത്തിലും BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഓരോ ബൂത്തുകളിലെ പോളിംഗ് ശതമാനം കണക്കാക്കിക്കൊണ്ട് തന്നെ BJP വിലയിരുത്തുകയാണ്. ഒപ്പം തന്നെ LDF അതുപോലെ തന്നെയാണ് LDFിൻ്റെയും വിലയിരുത്തൽ. LDF കഴിഞ്ഞ 2 ടേമിലായിട്ട് പാലക്കാട് 3ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനത്തുള്ള LDF മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് LDF കേന്ദ്രങ്ങൾ പറയുന്നത്. LDF സ്ഥാനാർത്ഥി സരീൻ നിശ്ചയമായി വിജയിക്കും, അതിൻ്റെ കണക്കുകൾ വരെ സൂചിപ്പിക്കുന്നു. പക്ഷേ എങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി ആകുമ്പോഴേക്കും ബൂത്തുകളിലെ കണക്കുകൾ പ്രകാരം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് LDF ക്യാമ്പിലുള്ളത്. അതായത് 2ാം സ്ഥാനത്തേക്ക് LDF വരും എന്നു തന്നെയാണ് പറയാതെ നേതാക്കൾ പറയുന്നത്. അങ്ങനെ ഒരു ത്രികോണ മത്സരം സമ്പൂർണ്ണമായും നടന്ന പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഫലപ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വോട്ടെണ്ണൽ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ വോട്ടെണ്ണൽ തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, ഏറെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്. അത് ആർക്കാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ആ ഫലപ്രഖ്യാപനത്തിന് ശേഷവും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കുന്നത് തന്നെയാണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. സംഗീത, തീർച്ചയായും ശാന്തകുമാർ, ആ സസ്പെൻസ് ത്രില്ലർ കാണുന്നത് പോലെ തന്നെയാണ്. ഇനി വരും വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഇനി വയനാട്ടിലേക്കും കൂടെ പോവുകയാണ്. വയനാട്ടിൽ നിന്ന് ലിജോ വർഗീസ് ഉണ്ട്. ലിജോ, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമാണ് വയനാട്ടിലുള്ളത്. പ്രിയങ്കയുടെ ആദ്യ അംഗത്തിൽ തന്നെ എത്ര ഭൂരിപക്ഷം എന്നുള്ളതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായത്. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവൊക്കെ ഈ ചർച്ചയെ കുറച്ചുകൂടി ചൂട് പിടിപ്പിച്ചതാണ്. ലിജോ, അവിടെ നിന്നുള്ള ഏറ്റവും ഒടുവിലായുള്ള ഒരു കണക്ക് കൂട്ടലുകൾ, കാര്യങ്ങൾ അത് ഇത്തരത്തിലാണ്. നവംബർ 13-നാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് നടന്നത്. ആ ദിവസം കോൺഗ്രസിനെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് പല ആളുകളും വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ളതാണ് മുന്നണികളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, ഇടതുപക്ഷത്തു നിന്നും നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് ഉപതെരഞ്ഞെടുപ്പിനോടുള്ള ഒരു വിമുഖത. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടുമെന്നുള്ള UDFിൻ്റെ പ്രചാരണം, അത് എന്തായാലും ജയിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിലും വിജയിക്കും എന്നുള്ളൊരു നിലപാടിലേക്ക് വോട്ടർമാർ മാറിയതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഏതാണ്ട് 65% മാത്രമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിലും അത് പ്രതിഫലിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2024 രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഏതാണ്ട് 72% മുകളിൽ പോളിംഗ് നടന്ന സ്ഥലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം. അവിടെയാണ് 65, ഏതാണ്ട് 7% കുറവുണ്ടായിട്ടുണ്ട്. അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. 2.25 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുകളിലേക്ക് പോയാൽ അത് വലിയ നേട്ടമായി അവർ കാണുകയും ചെയ്യുന്നു. എന്നാൽ 3 ലക്ഷത്തിന് പുറകിലേക്ക് ഭൂരിപക്ഷം പോകുന്നത് UDF-നെ സംബന്ധിച്ച് വലിയ തരത്തിൽ അവർക്ക് തലവേദനയാണ്. കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ്, കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമത്തെ മുഖമായി അവർ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു നേതാവ് UDF-നെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറ്റവും ഈസിയായി ജയിച്ചു കയറാൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഒരു മണ്ഡലത്തിൽ അവർക്ക് ഭൂരിപക്ഷം കുറയുന്നത് വലിയ തരത്തിൽ ദേശീയ തലത്തിൽ തന്നെ അത് ചർച്ചയാകും. അതുകൊണ്ട് തന്നെ അത് പ്രാദേശികമായി ഇവിടെയുള്ള നേതാക്കളെ സംബന്ധിച്ചും അത് വലിയ തലവേദനയാണ്. BJP-യെ സംബന്ധിച്ച് BJP-ക്ക് കഴിഞ്ഞ തവണയാണ് 2024 BJP-യുടെ ദേശീയ അധ്യക്ഷൻ K. സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് അവർക്ക് നേടാനായത്. അത് ഏതാണ്ട് 1,40,000 വോട്ടുകളാണ്. ഇത്രയും വോട്ടുകൾ ഇത്തവണയും നേടാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലകളിൽ, അത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിന്റെ പ്രദേശങ്ങളിൽ, അത് കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന പുൽപ്പള്ളി, അതോടൊപ്പം തന്നെ മുള്ളംകൊല്ലി മേഖലകളിലും പൂതാടി പഞ്ചായത്തിലും അവർക്ക് വോട്ട് നേടാൻ കഴിയുമെന്നും ഒപ്പം തന്നെ തിരുവമ്പാടി കേന്ദ്രീകരിച്ചുള്ള കുടിയേറ്റ മേഖലകളിലും അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ, അതായത് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അതേ വോട്ടുകൾ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഏതാണ്ട് 1 ലക്ഷവും 1.5 ലക്ഷത്തിനിടയിലുള്ള വോട്ടുകൾ അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് വേണ്ടി സത്യൻ മൊകേരിയാണ് ഇത്തവണ മത്സരിച്ചത്. അദ്ദേഹം 2014 MI ഷാനവാസിനോട് ഏതാണ്ട് 20,800 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അത്രത്തോളം അടുത്ത് ഭൂരിപക്ഷത്തെ കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നേതാവ് വരുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം കുറെ കൂടി മന്ദഗതിയിലായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും വോട്ടുകൾ പിടിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക ഇടതുപക്ഷത്തിനുമുണ്ട്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ, അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് ദേശീയ നേതാവ് കൂടിയായ ആനി രാജയായിരുന്നു. ആനി രാജ 2,80,000 വോട്ട് പിടിച്ചിരുന്നു. പക്ഷെ അത്രയും വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് സമാഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 2 മുതൽ 2.25 ലക്ഷം വരെ വോട്ടുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള കണക്കുകൾ. നിലവിൽ ഈ 65%, അതായത് 14 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 65% എന്നത് ഏതാണ്ട് 9.5 ലക്ഷമാണ്. 9,50,500 പരം ആളുകളാണ് വോട്ട് ചെയ്തത്. അത്രയും ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ആശങ്കയുള്ളത്. അത് ഭൂരിപക്ഷം കുറയുകയാണെങ്കിൽ അത് UDF-നെ വലിയ തരത്തിൽ ബാധിക്കും. ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കുറയുന്നതും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതും പ്രതിഫലിക്കുമെന്നുള്ള ആശങ്ക മറ്റു മുന്നണികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധയോടുകൂടിയായിരിക്കും ഈ ഇപ്പോഴത്തെ ഫലത്തെ കാണുക, മത്സര ഫലത്തെ കാണുക. ഏതായാലും നാളെ രാവിലെ 9:30 ഏതാണ്ട് ഒരു ട്രെൻഡ്, അതായത് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ, വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും ഒപ്പം തന്നെ മലപ്പുറത്തെ 3 നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോടുള്ള 1 നിയമസഭാ മണ്ഡലം അടക്കം 7 നിയമസഭാ മണ്ഡലങ്ങളിലായാണ് വയനാട്ടിലെ ഒരു സമഗ്രമായ ചിത്രം തന്നെയാണ് ലിജോ നൽകിയത്. ചേലക്കരയിലേക്കും കൂടി അതിവേഗം പോവുകയാണ്. ചേലക്കരയിൽ നിന്ന് ലെവിൻ K. വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്തായാലും ആദ്യ റൗണ്ട് നിർണായകമാണ് ചേലക്കരയിലുള്ളത്. പാലക്കാടെ പോലെ തന്നെ വലിയ മത്സരം നടന്ന ഇടം തന്നെയാണ് ചേലക്കര. ആദ്യ മണിക്കൂറിൽ തന്നെ അതിൻ്റെ ഒരു ഫല സൂചനകളൊക്കെ ലഭ്യമായി തുടങ്ങും. ചേലക്കരയിലെ അവസാന സമയത്തെ ഒരു ചിത്രം എങ്ങനെയാണ് ലെവിൻ? സംഗീത, ചേലക്കരയെ സംബന്ധിച്ചുകൊണ്ട് വ്യക്തമായ ഫലസൂചനകൾ തന്നെ ആദ്യ 15 മിനിറ്റിനുള്ളിൽ തന്നെ ലഭിക്കുമെന്നുള്ള വിലയിരുത്തലാണ് നമുക്കും ഉള്ളത്. കാരണം അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ആ അതിശക്തമായ മത്സരം നടക്കുമ്പോൾ ആദ്യത്തെ ബൂത്ത് മുതൽ 1-ാം ബൂത്ത് മുതൽ 47-ാമത്തെ ബൂത്ത് വരെ 3 പഞ്ചായത്തുകളിലായാണ് കിടക്കുന്നത്. ദേശമംഗലം, വള്ളത്തോൾ നഗർ, വരവൂർ, ഇത് 3 ബൂത്തുകളും ഇടതുപക്ഷത്തിന് വലിയ മേൽക്കോയ്മയുള്ള പരമ്പരാഗതമായി ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ബൂത്തുകളാണ്. ഇവിടെ ഇടതുപക്ഷം എടുക്കുന്ന ലീഡിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കാനാകും. കാരണം അത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത കോട്ടകൾ എന്നതിനുപരി ഈ മണ്ഡലങ്ങൾ, ഈ 3 പഞ്ചായത്തുകളും ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും ദളിത്, മുസ്ലിം, ന്യൂനപക്ഷ മേഖലകൾ കൂടി ആളുകളുള്ള വലിയ തോതിലുള്ള മേഖലകൾ കൂടിയാണ്, പഞ്ചായത്തുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വോട്ടിംഗ്, ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് എന്താണ് എന്നുള്ളത് ആദ്യ 3 പഞ്ചായത്തുകൾ എണ്ണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 12 റൗണ്ടുകളാണ് പരമാവധി വോട്ടെണ്ണലുകൾ ഉണ്ടാവുക. ഈ 12 റൗണ്ടിലെ ആദ്യത്തെ 3 പഞ്ചായത്തുകൾ, അതായത്
അതായത് 1 മുതൽ 47 വരെയുള്ള ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളുടെ ഒരു ഏകദേശ ചിത്രം ലഭിക്കും. അതിശക്തമായ മത്സരമാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ മത്സരത്തിൻ്റെ ഫലം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ആദ്യം 3 പഞ്ചായത്തുകൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് പാഞ്ഞാൾ പഞ്ചായത്ത് കൂടി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും കാര്യമായ ലീഡ് പ്രതീക്ഷിക്കത്തക്ക തരത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ അല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റും കണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന 3 പഞ്ചായത്തുകൾ ഇനി അതിനുശേഷം അവസാന റൗണ്ടിലേക്കാണ് എണ്ണേണ്ടിയിരിക്കുന്നത്. തിരുവല്ലാമല, കൊണ്ടാഴി, പഴയന്നൂർ പഞ്ചായത്തുകൾ. ഈ പഞ്ചായത്തുകളിൽ കോൺഗ്രസിന് ലീഡുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസിന് ഭരണമുള്ള പഞ്ചായത്തുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ലീഡ് എടുക്കാനാകുമെങ്കിൽ നേരിയ മാർജിനിലെങ്കിലും വിജയിക്കാനാകുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ UDF കേന്ദ്രങ്ങൾക്ക് ഉണ്ട്. മാത്രമല്ല BJPക്ക് വോട്ട് വിഹിതം ഗണ്യമായി ഉയരാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളും അതിനുശേഷമാണ് എണ്ണുന്നത്. അത് തിരുവില്ലാമലയുണ്ട്, മുള്ളൂർക്കരയുണ്ട്, പാഞ്ഞാൾ പഞ്ചായത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം 3 പഞ്ചായത്തുകൾ 1 മുതൽ 47 ബൂത്തുകൾ വരെ എണ്ണിക്കഴിയുന്നതിന് ശേഷവും വലിയ ലീഡ് LDFിന് അവകാശപ്പെടാനില്ലെങ്കിൽ ഈ മത്സരം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകും. നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നുള്ള നിലയിൽ മത്സരത്തിൻ്റെ ചിത്രം മാറുമെന്നുള്ള കാര്യം നമുക്ക് ഷുവറാണ്. എന്തായാലും മുന്നണികളുടെ കണക്കെടുപ്പുകൾ പ്രകാരം ഉറച്ച വിജയപ്രതീക്ഷ തന്നെയാണ് മണ്ഡലത്തിലുള്ളത്. മണ്ഡലത്തിലെ 180 ബൂത്തുകൾ, ഓക്സിലറി ബൂത്തുകൾ അടക്കം എണ്ണിത്തീർത്താൽ മാത്രമേ ഒരുപക്ഷേ അതിശക്തമായ മത്സരം എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഫലപ്രഖ്യാപനത്തിൻ്റെ സാധ്യതകൾ നമുക്ക് ഒരുപക്ഷേ വിലയിരുത്താനാവൂ. പക്ഷേ ഇതെല്ലാം സാങ്കേതികത്വമാണ്. നാളെ രാവിലെ 8:10 ആദ്യ ഫലസൂചനകൾ ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഉറപ്പിക്കാനാകും മുന്നണികൾ അവകാശപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ പോലും ആർക്ക് മേൽക്കോയ്മ ഉണ്ടാകുമെന്നുള്ള കാര്യം. ഏറ്റവും അവസാനത്തെ കണക്ക് ലഭിക്കുമ്പോഴും LDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്, പാർട്ടി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് പരമാവധി 18,000 മുതൽ 22,000 ഇല്ലെങ്കിൽ 25,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും രഹസ്യമായി നമുക്ക് നേടിയെടുക്കാനായ വിവരങ്ങളിൽ നിന്നും എല്ലാം അടിസ്ഥാനമാക്കി നമുക്ക് പറയാൻ സാധിക്കുമ്പോൾ ഒരു 7,000 മുതൽ 10,000 വരെയുള്ള വോട്ടിൻ്റെ വിജയം LDF ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ വോട്ടിംഗ് പാറ്റേൺ ഏത് നിലയിലാകും എന്നുള്ള കാര്യം നമുക്ക് പറയാനാവില്ല. പക്ഷേ ഇത് സാങ്കേതികത്വത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു കണക്കെടുപ്പിൻ്റെ പറഞ്ഞാൽ 7,000 മുതൽ 10,000 വോട്ട് LDF വിജയം പ്രതീക്ഷിക്കുന്നു. മറുവശത്ത് UDF വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞ, പ്രചാരണത്തിലടക്കം വലിയ മേൽക്കോയ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. അവരും പ്രതീക്ഷിക്കുന്നത് വിജയം തന്നെയാണ്. വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നുമില്ല. 1000 മുതൽ 3,000 വോട്ട് വരെയുള്ള ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്നും ഉറപ്പിച്ച് UDF കേന്ദ്രങ്ങൾ പറയുന്നു. അതിന് വ്യക്തമായ കാരണങ്ങൾ അവർ നികത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസിന് എത്തപ്പെടാൻ കഴിയാതെ പോയ എല്ലാ മേഖലകളിലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൻ്റെ ഭാഗമായി UDF കേന്ദ്രങ്ങൾക്ക് എത്താനായി. മറ്റ് മതസാമുദായിക മേഖലകളിലടക്കം കടന്നു ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കാനും അത് അനുകൂലമാക്കി മാറ്റാനുമെല്ലാം UDFിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ UR പ്രദീപ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതിനപ്പുറത്ത് തീർച്ചയായും ലെവിൻ, എന്തായാലും ഈ പറഞ്ഞതൊക്കെ സാങ്കേതികത്വത്തിൽ ഊന്നിയ കണക്കുകൂട്ടലുകളാണ്. യഥാർത്ഥത്തിലുള്ള ജനവിധി അറിയാൻ സാധിക്കുക നാളെയാണ്. നാളെ രാവിലെ 8 മണി മുതൽ തന്നെ യഥാർത്ഥ ജനവിധി അത് എവിടേക്കാണ് എന്നുള്ളത് മനസ്സിലാകും. ന്യൂസ് മലയാളവും ഇതിനൊപ്പം സജ്ജമാണ്. നാളെ രാവിലെ 5 മണി മുതൽ ന്യൂസ് മലയാളത്തിൽ സമഗ്രമായ കവറേജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 3 നിന്നുമാണ് നമ്മുടെ പ്രതിനിധികൾ ഓരോരുത്തരും വലിയ വിശദാംശങ്ങൾ നൽകിയത്.